നമ്മുടെ സംസ്കാരത്തിന്റെ പ്രത്യേകതകളാണ്. സ്നേഹിതരെ, ഇവിടെ കേരളത്തെ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എത്രയോ മതങ്ങൾ ഇന്ത്യയിലുണ്ട്, എത്രയോ മതവിശ്വാസങ്ങളുണ്ട്, പല വിവിധ ജനവിഭാഗങ്ങൾക്ക് വിവിധ ആചാര രീതികൾ, എല്ലാമുണ്ട്. ഞാൻ ഇതിൽ പ്രത്യേകമായി കാണുന്നത് ക്നാനായ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ആ ക്നാനായ സമുദായത്തിന്റെ സാംസ്കാരിക സവിശേഷത, അത് ഭാരതീയ സംസ്കാരത്തിന് വലുതായിട്ടുള്ള സംഭാവന നൽകുവാൻ ക്നാനായ സമുദായത്തിന്, ക്നാനായ സഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. 1653 വർഷങ്ങൾക്ക് മുമ്പ് സിറിയയിൽ നിന്നും കുടിയേറിപ്പാർത്ത ക്നായി തൊമ്മന്റെ ആ വംശപരമ്പരയിലെ പെട്ട പിന്തുടർച്ചക്കാര് ഒരു വലിയ സമൂഹമായി, ഒരു വലിയ ജനതയായി ഇന്ന് വളർന്നു വന്നിരിക്കുന്നു. വലിയൊരു ജനതയായി വളർന്നു വന്നിരിക്കുക. എബ്രഹാത്തോട് നീ ഞാൻ കാണിച്ചു തരുന്ന പ്രദേശത്തേക്ക് പോകൂ എന്ന് കർത്താവ് പറഞ്ഞു. നിന്നിൽ നിന്ന് ഞാനൊരു വലിയ ജനതയെ ഞാൻ കെട്ടിപ്പടുക്കും എന്ന് കർത്താവ് പറഞ്ഞതുപോലെ ക്നായി തൊമ്മനിൽ നിന്ന് ഒരു വലിയ ജനതയെ കെട്ടിപ്പടുക്കുവാൻ കഴിഞ്ഞു. ഇന്ന് വാസ്തവത്തിൽ പറഞ്ഞാൽ ക്നാനായ സമുദായം ലോകത്തെവിടെ ചെന്നാലും ക്നായി തൊമ്മന്റെ ആ സാഹസികത, ആ ലക്ഷ്യബോധം, ആ നിശ്ചയദാർഢ്യം, അധ്വാനശീലം, അതാണ് വാസ്തവത്തിൽ ക്നാനായ സമുദായത്തിന്റെ കൈമുതൽ എന്ന് ഞാൻ കരുതുകയാണ്. ഇന്ന് ലോകത്തെവിടെ ചെന്നാലും ക്നാനായ സമുദായ അംഗങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഷിക്കാഗോയിൽ ചെന്നാൽ, ന്യൂയോർക്കിൽ ചെന്നാൽ, ലോകത്തെവിടെ ചെന്നാലും ക്നാനായ സമുദായത്തിലെ അംഗങ്ങൾ ലോക രാജ്യങ്ങളിലെല്ലാം അവരെല്ലാം ഉന്നതമായ നിലയിൽ അവർ കഴിയുന്നു, ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനകരമായ ഒരു കാര്യമാണ്. ആ നിലയ്ക്ക് അതുപോലെ തന്നെ ക്നാനായ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ആചാരങ്ങൾ, അവിടെ സാംസ്കാരിക തനിമ, അത് നിലനിർത്തുന്നതിനും അത് പരിപാലിക്കുന്നതിനും അത് നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനും ഈ സമുദായത്തിന് കഴിഞ്ഞു എന്നുള്ളത് എത്രയോ വലിയൊരു കാര്യമാണ്. നമ്മുടെ ക്നാനായ കല്യാണത്തിനെ സംബന്ധിച്ചിടത്തോളം അന്തം ചാർത്ത്, ചന്തം ചാർത്ത്, പുറവ കൊടുക്കല്, തഴുകല്, എത്രയോ ആചാരങ്ങളാണ്. ഞാൻ ഈ ക്നാനായ കല്യാണത്തിനൊക്കെ പോകുന്ന ഒരാളാണ്. എന്നെ ക്നാനായ കല്യാണങ്ങൾക്കൊക്കെ വിളിക്കും. ആ നടപടി കേൾക്കുമ്പോൾ ആ നടപടിയിൽ കൂടി ചേർന്നുകൊണ്ട് നടപടിച്ചു പോകും ചെല്ലുന്ന കല്യാണങ്ങൾക്കെല്ലാം. എത്രയോ വലിയ ആ ആചാരങ്ങളെല്ലാം, ആ സാംസ്കാരിക തനിമകളെല്ലാം 1600 വർഷങ്ങളായിട്ടും അതൊക്കെ പരിപാലിച്ചു കൊണ്ടുപോകുവാൻ ഈ സമുദായത്തിന് കഴിഞ്ഞു എങ്കിൽ വലിയൊരു കാര്യമാണ്. ഞാനിത് പറഞ്ഞത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇന്ത്യയില് ആ വിവിധ സമുദായങ്ങളും വിവിധ മതവിശ്വാസ ആ വിവിധ ജനവിഭാഗങ്ങളുടെ സാംസ്കാരിക സവിശേഷതകൾ, തനിമകൾ എല്ലാം നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന് ഏറ്റവും വലിയ മുതൽക്കൂട്ട. ആ നിലയ്ക്ക് വാസ്തവത്തിൽ ഞാൻ ഈ ക്നാനായ സമുദായത്തെ ഞാൻ പ്രത്യേകിച്ച് കാണുകയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ക്നാനായ സഭയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നത്, ക്നാനായ സമുദായത്തിന് ഏറ്റവും അഭിമാനിക്കാൻ കഴിയുന്നത് ക്നാനായ സമുദായത്തിന്റെ ഈ കെട്ടുറപ്പ്, ആ കെട്ടുറപ്പിന് നേതൃത്വം കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന, നമ്മുടെ മധ്യത്തിലിരിക്കുന്ന ക്ലീമീസ് തിരുമേനിയ. ആ ക്ലീമീസ് തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം ഓർക്കുമ്പോൾ ക്നാനായ സഭയ്ക്ക്, ക്നാനായ സമുദായത്തിനും ക്നാനായ സഭയ്ക്കും ഇന്ന് കിട്ടിയിരിക്കുന്ന ആ വളർച്ച, അതിന്റെ ആ വികാസം, അതിന് വാസ്തവത്തിൽ പറഞ്ഞാൽ അതിന്റെ ശില്പിയും സംവിധായകനും അതിന്റെ പിന്നിലുള്ള ശക്തിയും എല്ലാം അഭിമന്യ ക്ലീമീസ് തിരുമേനിയാണ് എന്ന് ഞാൻ പ്രത്യേകം പറയട്ടെ. ആളുകൾ ചിതറിപ്പോവാതെ ഈ വിശ്വാസ സമൂഹത്തെ ഒരുമിച്ച് നിർത്തുന്ന കാര്യത്തിൽ എത്രയോ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ക്നാനായ സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്, ക്നാനായ സമുദായാംഗങ്ങൾക്ക് നേരിടുവാനുണ്ടായിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെയും ആടുകളുടെ മുമ്പിൽ നിൽക്കുന്ന ഇടയനെ പോലെ ആടുകളെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകുവാൻ, ചിതറപ്പെടാതെ ഒരുമിച്ച് കൊണ്ടുപോയിപ്പിക്കുവാൻ, ഇതിനെ ബലിഷ്ഠമായ ഒരു സമൂഹമായി ഇതിനെ നിലനിർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഭിമന്യ തിരുമേനിയുടെ അസൂയാർഹമായ ആ നേതൃത്വ വൈഭവം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനം തോന്നിപ്പോവുകയാണ്. ഞാൻ ഓർക്കുന്നു തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം ഞാനുമായിട്ടുള്ള ബന്ധം, ഞാൻ ഓർക്കുന്നു എന്റെ രാഷ്ട്രീയ ഗുരുനാഥൻ, എന്റെ ജ്യേഷ്ഠ സഹോദരനായി ഞാൻ എന്നും കാണുന്നത്, എന്റെ രാഷ്ട്രീയ ഗുരുനാഥനായി കാണുന്നത് വയലാ വെല്ലിച്ചായൻ. മധ്യ തിരുവിതാംകൂറിലെ ഗർജിക്കുന്ന സിംഹമായിരുന്ന വയലാച്ചായൻ, മധ്യ തിരുവിതാംകൂറിലെ കൊടുങ്കാറ്റ് പോലെ രാഷ്ട്രീയ രംഗത്ത് പരിലസിച്ചിരുന്ന വയലാച്ചായൻ, എല്ലാവരുടെയും ആവേശമായിരുന്ന വയലാച്ചായൻ, അത് നമ്മുടെ ക്ലീമീസ് തിരുമേനിയുടെ സഹോദരൻ അന്തരിച്ച വയലാച്ചായൻ. ആച്ചായനോടുകൂടിയാണ് ഞാൻ ഒരു ദിവസം ചിങ്ങമനത്ത് അഭിമന്യ ക്ലീമീസ് തിരുമേനിയുടെ അരമനയിൽ പോകുവാനിടയാൻ. ആദ്യമായി ക്ലീമീസ് തിരുമേനിയെ കാണുന്നതും ഞാൻ അങ്ങനെയാണ്. അച്ചായന് തിരുമേനിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു, തിരുമേനി ഇതാണ് നമ്മുടെ കുഞ്ഞുമാണി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ എന്റെ കൈയിൽ പിടിച്ച്
തിരുമേനി എന്നെ അനുഗ്രഹിച്ച കാര്യം ഞാൻ ഓർക്കുന്നു. എത്രമാത്രം ഒരു സന്തോഷത്തോടുകൂടി, എത്രമാത്രം ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് അന്ന് അരമന വിട്ടിറങ്ങാൻ കഴിഞ്ഞത്. ഞാൻ ആ സംഭവം ഇന്നും ഞാൻ ഓർക്കുകയാണ്. തിരുമേനിയുടെ ആ ശബ്ദഗാംഭീര്യം, തിരുമേനിയുടെ ആ വശ്യശക്തി, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് അദ്ദേഹത്തിന്റെ മാഗ്നറ്റിക് പേഴ്സണാലിറ്റി ഏറ്റവും വലിയ പ്രത്യേകതയാണ്. തന്നിലെ ആര് വന്നാലും ആരെയും കീഴ്പ്പെടുത്തുവാൻ, ആരെയും സ്നേഹത്തിലൂടെ തന്നിലേക്ക് ആകർഷിക്കുവാൻ, ആരെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു പേഴ്സണാലിറ്റി, ഒരു വ്യക്തിത്വം തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ വ്യക്തിത്വമാണ്, അദ്ദേഹത്തിന്റെ ആ വ്യക്തിത്വമാണ് ഇന്ന് ഈ സമുദായത്തെ ഈ നിലയിൽ കെട്ടുറപ്പോടുകൂടി നിലനിർത്തുന്നത് എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം ധീരനായ ഒരു വ്യക്തിയാണ്. കേരള ക്രൈസ്തവ സഭയ്ക്ക് ഇത്രയും ധീരനായ ഒരു പിതാവിനെ കിട്ടിയത് അത് ക്നാനായ, അതായത് അത് മലങ്കര ക്നാനായ സഭയ്ക്ക് മാത്രമല്ല, കേരള ക്രൈസ്തവ സഭയ്ക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യം, ധീരനായ ഒരു പിതാവ് ക്ലീമിസ് തിരുമേനി, ധീരനായ ഒരു മഹാ മെത്രാപ്പോലിത്തായെ നമുക്ക് ലഭിച്ചത് സഭാംഗങ്ങൾ മുഴുവൻ, ക്രൈസ്തവ സഭയ്ക്ക് തന്നെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. തിരുമേനിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഏത് പ്രതിസന്ധിയിലും കുലുങ്ങാത്ത ഒരാളാണ്. ഒരാചാര്യൻ എന്ന് പറയുന്നത്, ഒരു സന്യാസി എന്ന് പറയുന്നത് a mind which is not agitated in sorrow nor excited in joy. അതായത് സങ്കടങ്ങളില് പതറാത്ത ഒരാള്, സന്തോഷത്തിൽ മതിമറക്കാത്ത ഒരാള്, who is free from fear, ഏത് കാര്യങ്ങളിലും ഭയപ്പെടാതെ സമചിത്തതയോടുകൂടി ഏത് സന്ദർഭത്തെയും നോക്കിക്കാണുവാൻ, അതിനെ അഭിമുഖീകരിക്കുവാൻ കഴിവുള്ള ഒരു ഉറച്ച മനസ്സ്, ഒരു ഉരുക്ക് മനുഷ്യൻ, ഒരു ഉറച്ച മനസ്സ്, അതാണ് തിരുമേനിയുടേത്. ഏത് പ്രതിസന്ധിയിലും തിരുമേനി വലിയൊരു പോരാളിയാ. തിരുമേനിയുടെ കൂടെ നിന്നാൽ മതി. ഞാൻ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും അരമനയിൽ ചെന്നിട്ടുണ്ട്. അരമനയിൽ ചെന്നിരുന്ന സന്ദർഭങ്ങളിലൊക്കെയും പ്രശ്നങ്ങളെപ്പറ്റി അവതരിപ്പിക്കുമ്പോൾ തിരുമേനി പറയും, ഒന്നും ഭയപ്പെടണ്ട, പൊക്കോ, മുന്നോട്ട് പൊക്കോ, എല്ലാം വിജയിക്കും, ഒരു കുഴപ്പമില്ല, ഞങ്ങളൊക്കെ കൂടെയുണ്ട്. ആ വാക്കുകൾ കേൾക്കുമ്പോൾ എത്രയോ ധൈര്യമാണ്. എല്ലാവർക്കും ധൈര്യം പകർന്നു കൊടുക്കുന്ന, എല്ലാവരെയും മുന്നോട്ട് നയിക്കുന്ന ധീരനായ ഒരു പടയാളി. ആർക്കും ഒരു ഭയം വേണ്ട. തിരുമേനിയുടെ നേതൃത്വത്തിന് കീഴിൽ തിരുമേനി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, തിരുമേനി നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ നമുക്ക് യാതൊരു പരാജയവുമില്ല. ആ നിലയിലേക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷയും നൽകുന്ന കേരളത്തിലെ അതുല്യനായ ഒരാചാര്യൻ ആണ് ക്ലീമിസ് തിരുമേനി എന്ന് ഞാൻ പ്രത്യേകം പറയട്ടെ. എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുക. തിരുമേനിയുടെ ആ സുവർണ ജൂബിലി, വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് അയച്ച ലേഖനത്തിൽ പറയുകയുണ്ടായി, നിന്റെ വാക്കിലും നിന്റെ പെരുമാറ്റത്തിലും നിന്റെ സ്നേഹത്തിലും നിന്റെ വിശുദ്ധിയിലും നീ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കുക എന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തന്റെ വാക്കിലും തന്റെ പ്രവൃത്തിയിലും തന്റെ സ്നേഹത്തിലും തന്റെ വിശ്വാസത്തിലും മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചുകൊണ്ട് വാസ്തവത്തിലെ ഒരു നല്ല ഇടയനായി, ഏറ്റവും വലിയ അജപാലകനായി ഇന്ന് ഉയർന്നു നിൽക്കുന്ന തിരുമേനി വാസ്തവത്തിൽ പറഞ്ഞാൽ ഒരു വെള്ളി നക്ഷത്രം പോലെയാ. തിരുമേനിയുടെ ഒരു ജീവചരിത്രം ഇവിടെ ശ്രീ ഡയസ് ഇടിക്കുള തയ്യാറാക്കിയിട്ടുണ്ട്. തിരുമേനിയുടെ ആ ജീവചരിത്രം പ്രകാശനം ചെയ്യുവാൻ എനിക്ക് കിട്ടിയ അവസരം വളരെ വിലപ്പെട്ടതായിട്ട് ഞാൻ കരുതുകയാണ്. ഞാൻ ശ്രീ ഡയസ് ഇടിക്കുള രചിച്ച ആ ജീവചരിത്രം വായിച്ചു നോക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹം ആ ജീവചരിത്രം ഇത് മലങ്കര ക്നാനായ സഭയുടെ ഭാഗ്യനക്ഷത്രം എന്നുള്ള നിലയ്ക്കാണ് തിരുമേനിയെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ അത് 100% ശരിയാണ്. മലങ്കര സഭയുടെ ഒരു ഭാഗ്യനക്ഷത്രമാണ്. നക്ഷത്രം പോലെ ഉയർന്നു നിൽക്കുന്നു. ആ നക്ഷത്രം എപ്പോഴും പ്രകാശിക്കുന്നു. ആ നക്ഷത്രം നമ്മളെ വഴി കാട്ടുന്നു. ആ നക്ഷത്രം നമുക്ക് വഴി തെളിച്ചു തരുന്നു. ആ നിലയിലേക്ക് ഇന്ന് ക്നാനായ സഭയ്ക്കും ക്രൈസ്തവ സഭയ്ക്കും വളരെ അഭിമാനത്തോടുകൂടി നമുക്ക് കാണാൻ കഴിയുന്ന തിരുമേനി എന്നുള്ള നിലയ്ക്ക് ഞാൻ ക്ലീമിസ് തിരുമേനിക്ക് ഈ സന്ദർഭത്തിൽ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. പൗരോഹിത്യത്തിന്റെ 50-ാം വർഷം ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ രജത ജൂബിലി, എപ്പിസ്കോപ്പൽ രജത ജൂബിലി ചിങ്ങവനത്ത് വെച്ച് നടത്തിയത് 976 ഞാൻ ധനകാര്യമന്ത്രിയാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ എപ്പിസ്കോപ്പൽ രജത ജൂബിലിക്ക് ചിങ്ങവനത്തിൽ ചേർന്ന മഹാസമ്മേളനത്തിൽ അഭിസംബോധന ചെയ്യുവാൻ അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന എനിക്കൊരു അവസരം ലഭിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തിന്റെ പൗരോഹിത്യ സുവർണ്ണ ജൂബിലി സമ്മേളനത്തിൽ ഇവിടെ സംസാരിക്കുവാൻ കഴിഞ്ഞത് വളരെ ഭാഗ്യമായി, ദൈവാനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. ഇതിനവസരം നൽകിയ ഭാരവാഹികൾക്ക് പ്രത്യേകിച്ച് ഞാൻ എല്ലാവർക്കും ഞാൻ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി അഭിവന്യ തിരുമേനി, അദ്ദേഹത്തിന്റെ ആ നേട്ടങ്ങൾ, അദ്ദേഹം നമ്മുടെ സമുദായത്തിനും നമ്മുടെ സഭയ്ക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും, അദ്ദേഹം ഒരു സമുദായ പ്രവർത്തകൻ മാത്രമല്ല, വലിയ രാഷ്ട്രീയ ചിന്തകൻ കൂടിയാ. നമ്മുടെ രാഷ്ട്രത്തെ സ്പർശിക്കുന്ന ഏത് പ്രശ്നങ്ങളുണ്ടായാലും ആ പ്രശ്നങ്ങൾക്ക് അയാൾക്ക് എതിരെ ആവശ്യമെങ്കിൽ, പ്രതിസന്ധികളാണെങ്കിൽ
പ്രശ്നങ്ങളാണെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുവാൻ കഴിവുള്ള, പ്രതികരണശേഷിയുള്ള, എപ്പോഴും ഗർജിക്കുന്ന, ഇവിടുത്തെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും വഴികാട്ടിയിട്ടുള്ള ധീരനായ ഒരു നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ കാണുകയാണ്. ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്, ഒരു ചിന്തകൻ. ആ നിലയ്ക്ക് എല്ലാം തിരുമേനിയെ ഞാൻ കാണുന്നു. അപ്രകാരമുള്ള വിലപ്പെട്ട വ്യക്തിത്വമുള്ള തിരുമേനി ദീർഘനാൾ ജീവിച്ചിരിക്കട്ടെ. ദൈവം അതിനുള്ള അനുഗ്രഹം നൽകട്ടെ. അദ്ദേഹത്തിന് ദീർഘായുസ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ശ്രീ ഇടിക്കുള തയ്യാറാക്കിയ ആ പുസ്തകം അങ്ങ് തിരുമേനിയുടെ ജീവചരിത്രം മാത്രമല്ല, അത് ക്നാനായ സമുദായത്തിന്റെയും മലങ്കര ക്നാനായ സഭയുടെയും ഒരു ചരിത്രം തന്നെ കൂടി ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പുസ്തകം തയ്യാറാക്കിയ ശ്രീ ഡയസ് ഇടിക്കുളയെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പിതാവിന് ഞാൻ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. കോൺഗ്രസ് ജോയിന്റ് സെക്രട്ടറി ഡയസ് ഇടുക്കള രചിച്ച ക്ലീമീസ് തിരുമേനിയുടെ ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ, അതായത് ക്നാനായ സഭയുടെ ഭാഗ്യനക്ഷത്രം എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം ശ്രീ കെ എം മാണി MLA, NSS ജനറൽ സെക്രട്ടറി ശ്രീ PK നാരായണ പണിക്കർക്ക് നൽകിക്കൊണ്ട് ഇപ്പോൾ പ്രകാശനം നിർവഹിക്കുന്നതാണ്. NSS ജനറൽ സെക്രട്ടറി ശ്രീ PK നാരായണ പണിക്കരെ ക്ഷണിക്കുകയാണ്. ആരാധനായ മാർ ക്ലീമസ് തിരുമേനി, ബഹുവന്ദനായ ശ്രീ KM മാണി, പ്രിയങ്കരനായ പ്രൊഫസർ അബ്രഹാം വയല, ബഹുവന്ദനായ ശ്രീ ജോസഫ് എം പുതുശ്ശേരി, ക്നാനായ സഭയുടെ ഭാരവാഹികളായ അധ്യക്ഷവേദിയിലുള്ള സഹോദരങ്ങളെ, എന്നെ ശ്രവിക്കുന്ന സഹോദരീ സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ സഭയുടെ 1653 വാർഷികം, കുടിയേറ്റ വാർഷികത്തിന്റെ ഈ യോഗത്തിൽ പങ്കുകൊള്ളുവാൻ ക്ഷണിക്കാൻ വന്ന അവസരത്തിൽ തന്നെ വളരെയേറെ സംതൃപ്തിയും സന്തോഷവും ഈ കർമ്മത്തിന് എനിക്ക് തോന്നി. വെളിനാട് വെച്ച് നടന്ന മുൻ സമ്മേളനത്തില് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ആദ്യം ആ സമ്മേളനത്തിലാണ് പങ്കെടുത്തത്. മാൻസാറ് ഇവിടെ പറഞ്ഞു 3 സംഗതികളുടെ കാര്യമായിരുന്നു നടക്കുന്നത്. എന്റെ ഭാഷയിൽ അത് ഒരു ത്രിവേണി സംഗമമാണ് എന്ന് പറയുന്നതിൽ തെറ്റുണ്ട് എന്ന് തോന്നുന്നില്ല. എന്താണ് ത്രിവേണി? 3 നദികളുടെ സംഗമം. കയങ്ങളും ചുഴികളും അതേസമയത്ത് ഒഴുക്കും, പിടിച്ചാൽ നിൽക്കാത്ത ചാട്ടങ്ങളും എടുത്തുചാട്ടങ്ങളും ഒക്കെ ഉണ്ട് ഈ കയത്തിലും ഈ ത്രിവേണിയിലൊക്കെ. 3 നദികൾ ചേർന്ന് സംഗമിക്കുന്ന ഒരു സ്ഥാനത്ത് എങ്ങനെയാണോ ഈ പറഞ്ഞ കയത്തിലുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ഉള്ളത്, അല്ലെങ്കിൽ ഒഴുക്കിൻ്റെതായിട്ടുള്ള രൂപഭേദങ്ങൾ ഉള്ളത്, അതുപോലെ തന്നെ ആ ത്രിവേണി സംഗമത്തില് ഈ സമുദായത്തെ നയിക്കുന്നതിന് അതിശക്തനായ ഒരു നേതാവ്, പ്രിയപ്പെട്ട തിരുമേനി ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഗീതയെ പറഞ്ഞിട്ടുണ്ട് ഈ ഒഴുക്കിനെ സംബന്ധിച്ച്. ആ ഒഴുക്കിനെ സംബന്ധിച്ച് പറഞ്ഞ ശ്ലോകമൊക്കെ ഇവിടെ ചൊല്ലി ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എങ്കിലും അതുപോലെ അത്യുഗ്രമായ രീതിയിലുള്ള ഒഴുക്കിനെ ഒരു തോണി നയിക്കുമ്പോൾ എങ്ങനെ നിയന്ത്രിക്കണമോ അതുപോലെ നിയന്ത്രിക്കാൻ സാധാരണക്കാരന് സാധ്യമല്ല. സാധാരണ നിയന്ത്രിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒഴുക്കിന്റെ സ്ഥിതി, വള്ളത്തിന്റെ സ്ഥിതി, അതിലിരിക്കുന്ന ആളുകളുടെ സ്ഥിതി, അതിന്റെ എണ്ണം, തൂക്കം, വണ്ണം, ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. അതൊക്കെ അറിഞ്ഞും കേട്ടും സദാ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ദീർഘ ചിന്തകരായിട്ടുള്ളവർക്ക് മാത്രമേ സാധ്യമാകൂ. ഒരു നായകൻ അല്ലെങ്കിൽ ഒരു നേതാവ്, ഒരു ലീഡർ എന്നൊക്കെ പറഞ്ഞാല്